ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡമ്മി വേരിയബിൾ, അതുപോലെ തന്നെ R2, അഡ്ജസ്റ്റഡ് R2, മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ ആൻഡ് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ്. സോ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമെട്രിക്സിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ പ്ലീസ് വാച്ച്. സോ ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡമ്മി വേരിയബിളിനെ കുറിച്ചാണ്. സോ നമ്മുടെ എക്കണോമെട്രിക്സിന്റെ ഏരിയയിൽ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡമ്മി വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷില് പെന്നുണ്ട്, പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഗ്രോസറി ഐറ്റംസ് നമ്മളോട് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഉട്ടൻസിൽസ് ഉണ്ട് വീട്ടില്, അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയും പെന്ന് വേണം, പേപ്പർ വേണം, ബുക്ക് വേണം, എക്സെട്ര എന്ന് പറയൂ അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എല്ലാ കമ്പോണൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പലപ്പോഴും നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. എക്കണോമെട്രിക്സിന്റെ ഏരിയയിലും എല്ലാം തന്നെ വാരി വലിച്ച് എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം നമ്മളൊരു റിസർച്ചിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ പലതരത്തിലുള്ള വേരിയബിൾസ് അല്ലെ പലതരത്തിലുള്ള കമ്പോണൻസ് കാണാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ വേരിയബിൾസിനെ എല്ലാം തന്നെ നമ്മളൊരു പേരിൽ വിളിക്കും. അവയാണ് ഡമ്മി വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ റിഗ്രഷൻ വേരിയബിളിലേക്ക് അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാം ബേസിക്കലി രണ്ട് തരത്തിലുള്ള വേരിയബിൾസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. The first one is a quantitative variable and the second one is a qualitative variable. Quantitative variable ഉണ്ട്, simultaneously നമുക്ക് എന്തുണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട് ക്വാളിറ്റേറ്റീവും ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂമറിക്കൽ വേരിയബിൾസ് ആണ് ജനറലി ക്വാണ്ടിറ്റേറ്റീവില് വരുന്നത്. നോൺ ന്യൂമറിക്കൽ ആയിട്ടുള്ള വേരിയബിൾസ്, അതായത് നമുക്ക് നമ്പർ ടേംസിലല്ല എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റീന്റെ ബേസിസിലാണ് നമ്മൾ ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായി വിളിക്കുന്നത്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന് വേറൊരു പേരും ഉണ്ട്. അതിന്റെ പേരാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയും. അതായത് നെയിം ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സെക്സ്, റേസ്, കളറ്, റിലീജിയൻ മുതലായ കമ്പോണൻസിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആയിട്ട് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പം ഇൻകം, ഔട്ട്പുട്ട്, പ്രൈസസ് മുതലായ വേരിയബിൾസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിന്റെ കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ SPSSല് അവയെ എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായി സാധിക്കും. കാരണം എന്താ, SPSSൽ എപ്പോഴും നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്പർ കോൺസെപ്റ്റ്സ് ആണ്. പക്ഷെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന്റെ കേസസിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സെക്സ് എടുക്കുന്നു. സെക്സ് എടുക്കുന്ന സമയത്ത് യു ഹാവ് മെയിൽ, യു ഹാവ് ഫീമെയിൽ ആൻഡ് യു ഹാവ് ട്രാൻസ്ജെൻഡർ. അപ്പൊ SPSSലേക്ക് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്ത് അതിനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ SPSSൽ നമുക്കത് ജനറേറ്റ് ചെയ്യുക പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണം, ഇവയെ നമ്പർ ഫോമിലേക്കാക്കി കൺവേർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിലേക്ക് നമ്പേഴ്സിനെ അസൈൻ ചെയ്യുന്നതിനെയാണ് ഡമ്മി വേരിയബിൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിന് നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസ്, ഇവിടെ സേ ഫോർ എക്സാമ്പിൾ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, ഞാൻ മെയിലും ഫീമെയിലും ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ മെയിലിന് ഞാൻ എന്ത് ചെയ്യുന്നു, 0 എന്നിട്ട് കൊടുക്കുന്നു. ഫീമെയിലിന് ഞാൻ എന്ത് ചെയ്യുന്നു, 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, SPSSൽ എൻ്റർ ചെയ്യുന്നു, SPSSനെ റൺ ചെയ്യുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നു എന്റെ സ്റ്റഡിയിൽ 5 മെയിൽ ആണുള്ളത്, എന്റെ സ്റ്റഡിയിൽ 4 ഫീമെയിൽ ആണുള്ളത് എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ഡമ്മി വേരിയബിൾ. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഡമ്മി വേരിയബിൾ എന്നുള്ളത് കൊണ്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ
നമ്മൾ 0 1 എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലെ. ഡമ്മി വേരിയബിൾ എപ്പോഴും നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ എപ്പോഴും കാറ്റഗറീസ് എന്ന് പറയും. എത്ര കാറ്റഗറി കൊടുക്കണം. ഈ 0 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റഗറിയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ 2 പേരാണ് ഉള്ളത് അല്ലെ. നമുക്ക് ജെൻഡർ വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 2 എണ്ണാണുള്ളത്. മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്. അപ്പൊ എത്ര കാറ്റഗറീസ് നിങ്ങൾ അസൈൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് m-1 അല്ലെങ്കിൽ n-1. എന്താ അതിന്റെ അർത്ഥം? അതായത് എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 2 ഉണ്ട്, -1 1. ഒരു കാറ്റഗറി ഡിഫൈൻ ചെയ്താൽ മതി. അതായത് ഇപ്പൊ മെയിലിന് ഞാൻ 0 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫീമെയിൽ ഞാൻ ഡിഫൈൻ ചെയ്യണ്ട. കാരണം ഓൾറെഡി തന്നെ അത് നോട്ടിഫൈഡ് ആണ്. അതായത് മെയിൽ 0 ആണെങ്കിൽ ഫീമെയിൽ 1 ആയിരിക്കും എന്നുള്ളത്. അത് പിന്നെ നമ്മൾ എടുത്തിട്ട് ഫീമെയിൽ 1 ആണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണ്ട? പ്ലഗ് ഇൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം മെയിൽ 0 ആയാൽ ഫീമെയിൽ 1 ആകും എന്നുള്ളത് ഓൾറെഡി സബ്മിറ്റഡ് ആണ്. സോ അവിടെ യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ നമുക്കറിയാം മെയിൽ ഇവിടെ 0 ആകുമ്പോൾ വീണ്ടും ഫീമെയിൽ 1 ആണെന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യണ്ട. ഫീമെയിൽ ഓൾറെഡി തന്നെ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതുമ്പോ എപ്പോഴും എങ്ങനെയാ? മെയിൽ = 0 അങ്ങനെ മാത്രം എഴുതിയാൽ മതി. അപ്പൊ പിന്നെ ഫീമെയിൽ ആവുമ്പോ നമ്മൾ ഓൾറെഡി 1 1 1 അങ്ങനെ പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. ഡമ്മി വേരിയബിൾസിന് ആക്ച്വലി പലതരത്തിലുള്ള പേരുകളുണ്ട്. ഡമ്മി വേരിയബിൾസിന്റെ ആൾട്ടർനേറ്റീവ് നെയിംസ് ആണ്. ഇൻഡിക്കേറ്റീവ് വേരിയബിൾ പല പേരുകളുണ്ട്. You have indicative variables, then you have categorical variables. പല പേരുകളാണ്. Indicative variables, categorical variables, you have qualitative variables. അതിന് വേറെ ഒരു പേരും കൂടെ വിളിക്കാറുണ്ട്. And it is also called as dichotomous variables. Dichotomous variables. അപ്പൊ പല രീതിയിലുണ്ട്. The very first one is the indicative variables. Then you have the categorical variables, dichotomous variables and qualitative variables. ഞാൻ പറഞ്ഞു കാറ്റഗറീസ് അസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പോ 2 കാറ്റഗറി ആണെങ്കിൽ അല്ലെങ്കിൽ 2 സെഷൻ ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? 2 സെക്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഇതിനെ എങ്ങനെയാണ് പ്ലഡ്ജിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എത്ര കാറ്റഗറി വേണം ചോദിച്ചാൽ 0 1 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കാറ്റഗറി 0 എന്ന് പറഞ്ഞ മെയിലിന് മാത്രം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് ഫീമെയിലിന് 1 ആണ് എന്നുള്ളത് ഓൾറെഡി എന്താണ്? സബ്മിറ്റഡ് ആണ്. ഇനി നമ്മൾ അങ്ങനെയല്ല, വളരെയധികം സ്പെസിഫൈ ചെയ്ത് പറയാണ്. അതായത് മെയിലിന് 0 ആണ്, വീണ്ടും സ്പെസിഫൈ ചെയ്ത് വരികയാണ് ഫീമെയിലിന് 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ഡമ്മി വേരിയബിൾ ട്രാപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഡമ്മി വേരിയബിൾ ട്രാപ്പ്? അതായത് നമ്മൾ വെറുതെ SPSS കൂടുതലായിട്ട് കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസിലേക്കൊക്കെ വഴിതെളിയിക്കാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴും SPSS-ന് നമ്മളിപ്പോ കമ്പ്യൂട്ടറിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ അത് പെർഫോം ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് ഒരിക്കലും സ്വന്തമായിട്ട് അത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് കമ്പ്യൂട്ടർ ഒരു കാര്യം പ്രോസസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ബി ഓൾവേസ് കോൺഷ്യസ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ടാബുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും നമ്മൾ വളരെ കോൺഷ്യസ് ആയി വളരെ കെയർഫുൾ ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇവിടെ ഇപ്പൊ പറയുകയാണ് 0 1 എന്ന് പറഞ്ഞു അല്ലെ. 0 ഫോർ മെയിൽ ആൻഡ് 1 ഫോർ ഫീമെയിൽ. 1 ഞാൻ അസൈൻ ചെയ്യുന്നില്ല അല്ലെ. അതായത് ഫീമെയിലിന് ഞാൻ ഇവിടെ കാറ്റഗറി കൊടുക്കുന്നില്ല. കാരണം നമുക്കറിയാം 0 1 എന്ന് പറയുന്ന 2 കാറ്റഗറിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫീമെയിലിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കാറ്റഗറി അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മളൊരു പേര് പറയും. അതായത് ഇവിടെ മെയിലിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറി അസൈൻ ചെയ്തിട്ടുണ്ട്. ഫീമെയിലിന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല?
കാറ്റഗറി അസൈൻ ചെയ്തിട്ടില്ല അല്ലെ. അങ്ങനെ കാറ്റഗറി അസൈൻ ചെയ്യാത്ത വേരിയബിൾസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഞാനൊരു പേര് വിളിക്കാം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടല്ലോ, ഐ ഹോപ്പ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്, മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? റെസ്പോണ്ട് ചെയ്യണം. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്ക് നമ്മൾ അസൈൻ ചെയ്യണില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പെർട്ടിക്കുലർ കാറ്റഗറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ കൺട്രോൾ അല്ലെങ്കിൽ കമ്പാരിസൺ ഫാക്ടർ അല്ലെങ്കിൽ റെഫറൻസ് അല്ലെങ്കിൽ ഒമിറ്റഡ് കാറ്റഗറി. ഇതിനെയാണ് അപ്പൊ നമ്മൾ ബേസിക്കലി എന്തായിട്ട് പറയുന്നത്? നമ്മള് ഇവിടെ കോഡ് ഇട്ട് കൊടുക്കുന്നില്ല, അല്ലെ നമ്മൾ ഇതിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. ആ കാറ്റഗറിയാണ് നമ്മൾ ബേസിക്കലി ബേസ്, ബെഞ്ച്മാർക്ക്, കൺട്രോൾ, കമ്പാരിസൺ ഫാക്ടർ, റെഫറൻസ്, ഒമിറ്റഡ് കാറ്റഗറി എന്നുള്ളത് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ബേസിക്കലി ഈ മെയിലിനെ ഫീമെയിലുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ മെയിലിന് കാറ്റഗറി അല്ലെങ്കിൽ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, 0 എന്ന് ഇട്ട് കൊടുത്തു അല്ലെ. എന്നിട്ട് ഈ മെയിലിനെ ഫീമെയിലുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിൽസ് എത്ര എണ്ണമാണ് ഉള്ളത്, ഫീമെയിൽസിന്റെ കൗണ്ട് കുറവാണ്, ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇതിനെ ബെഞ്ച് മാർക്ക് എന്നുള്ള പേര് വളരെ അനുയോജ്യമാണ്. കാരണം നമ്മൾ പറയാണ് ഫീമെയിലിനെ അപേക്ഷിച്ച് മെയില് 10 പേരാണുള്ളത്, ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിൽ 20 പേരാണുള്ളത്, ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിൽ 30 പേരാണുള്ളത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തായി? വളരെയധികം ഈസി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസിക്കലി അതായത് രണ്ട് വേരിയബിൾസ് വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത് അല്ലെ. നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, ട്രാൻസ്ജെൻഡർ ഉണ്ട്. അപ്പൊ നമ്മള് എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാറ്റഗറീസ് നമ്മൾ അസൈൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ, കാറ്റഗറി പറഞ്ഞാൽ 0, 1 അങ്ങനെ എത്ര കാറ്റഗറീസ് അസൈൻ ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഇവിടെ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ 0 അസൈൻ ചെയ്യണം, 1 അസൈൻ ചെയ്യണം. അപ്പൊ ഇതിനും കൂടെ നമ്മൾ അസൈൻ ചെയ്യണം. വേണേൽ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അസൈൻ ചെയ്യാം അല്ലെ. സാധാരണ നമ്മൾ 0യും 1ഉം തന്നെ വെച്ചിട്ടാണ് അസൈൻ ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പൊ n-1 ആണ് നമ്മൾ കാറ്റഗറി അസൈൻ ചെയ്യാൻ വേണ്ടി, അതായത് 0, 1 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ അസൈൻ ചെയ്യണത്. അപ്പൊ ഇവിടെ എത്ര എണ്ണം? 1, 2, 3, 3 എണ്ണം. 3 - 1 2. അപ്പൊ അതായത് 2 എണ്ണത്തിന് മാത്രം നമ്മള് നമ്പർ അസൈൻ ചെയ്താൽ മതി, ബാക്കിയുള്ളത് ഓൾറെഡി നമുക്ക് റെപ്രസെന്റഡ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായി ഉദ്ദേശിക്കുന്നത്? ഡമ്മി വേരിയബിൾ എന്നുള്ളത് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. How many dummy variables are needed to represent a categorical variable? നമ്മൾ പഠിച്ചു ജെൻഡർ ഒക്കെ നമുക്ക് കാറ്റഗറി ആയിട്ട് പറയാം. വേരിയബിൾ വിത്ത് m categories. Option A m, option B m-1, option C m+1, option D it depends on the regression techniques used. So എന്തായിരിക്കും വരിക? So what will be the right answer? Yes,
യെസ്, m-1 ആയിരിക്കും വരിക അല്ലെ. ഓപ്ഷൻ ബി ആസ് യുവർ റൈറ്റ് ആൻസർ. നമ്മളിപ്പോ പഠിച്ചത് എന്താ? ഡമ്മി വേരിയബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡമ്മി വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മളൊരു റിഗ്രഷൻ അനാലിസിസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് you have basically two types, that is the quantitative as well as the qualitative. When you go for the numerical, you have the quantitative. When you go for the non-numerical, you have the qualitative. എല്ലാ വേരിയബിൾസും നമുക്ക് SPSS പലപ്പോഴും എൻ്റർ ചെയ്യാനായി സാധിക്കാറില്ല. At that particular moment നമുക്ക് ഒന്ന് അസിമുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. So we generally make use of what? Dummy variable. ഡമ്മി വേരിയബിളിന്റെ കാറ്റഗറി m ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള വഴി m-1 ആണ്. Now ഡമ്മി വേരിയബിളിന് പല പേരുകളുണ്ട്. It is also called as the indicative variable, categorical variable, dichotomous variables and qualitative variable. And നമ്മൾ കാറ്റഗറി അസൈൻ ചെയ്യാത്ത വേരിയബിളിന് it is also called by another name, that is called as base, benchmark, control, comparison factor, reference and omitted category. Now if you have m categories, how can you find the categorical variables? That is m-1. Clear ആണല്ലോ? I hope it is clear. എല്ലാവരും thumbs up ഇടണം clear ആണെങ്കിൽ, so that നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. Now we are moving on to R2 and adjusted R2. See, നമ്മളെ എക്കണോമെട്രിക്സിന്റെ ഫുൾ ബേസ് മുതൽ അങ്ങ് പീക്ക് വരെയാണ് പഠിക്കുന്നത്. സോ ഇതിലും കൂടുതൽ ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ചർച്ച ചെയ്യുന്നത്. Now R2 and adjusted R2. സോ ഇവിടെ നമ്മൾ ബേസിക്കലി വരുമ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആണ്. സോ ഇതിന്റെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് the first and the most important thing is to know about the coefficient of determination. അപ്പൊ അതായത് നമ്മളിവിടെ ബേസിക്കലി പറയാണ്, നമുക്ക് R2 എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷനെ R2. Suppose I am writing y as a function of x1, x2. See, this is your dependent variable and this is your independent variable. So നിങ്ങൾക്ക് you have to find the intensity of effect of x1 variable on y, x2 variable on y. അതായത് x1 എന്ന് പറയുന്ന വേരിയബിളിന് വൈയുടെ മുകളിൽ എങ്ങനെയാണ് ഇമ്പാക്ട് വരുന്നത്, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് ഇമ്പാക്ട് വരുന്നത്. x2 എന്ന് പറയുന്ന വേരിയബിളിന് y എന്ന് പറയുന്ന വേരിയബിളിന്റെ മുകളിൽ എത്രയാണ് ഇമ്പാക്ട് വരുന്നത്. സോ അത് നിങ്ങൾക്ക് അറിയണം അല്ലെ. അപ്പൊ അത് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ആണ് കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഈ R2ന്റെ വാല്യൂ വളരെയധികം ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി വളരെ പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ ഈ എഴുതിയ ഇക്വേഷൻ, ദാറ്റ് ഇസ് y as a function of x1, x2 എന്ന് എഴുതി അല്ലെ. സോ അവിടെ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാൻ എടുത്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് വളരെ കൃത്യമായി നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായി സാധിച്ചു എന്നുള്ളതാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചു എന്ന് വിചാരിക്കാം, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത് എന്താ? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷനാണ്. സപ്പോസ് അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലെങ്കിൽ that would create serious levels of imperfections. അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡ്വെല്ലിംഗ് നടത്തുക, അല്ലെ വളരെ കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ നടത്തുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ പഠിക്കാൻ എടുത്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് പക്കയാണോ, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് കൃത്യമായി നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായി സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ അതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത്, R2 എന്നുള്ളത് കൊണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡമ്മി വേരിയബിൾസിന്റെ കേസ് പറയുന്ന പോലെ തന്നെ R2നും വാല്യൂസ് ഉണ്ട്. R2ന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും R2ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്, അല്ലെങ്കിൽ 0.9 ഒക്കെ വരികയാണെങ്കിൽ R2 പെർഫെക്റ്റ് ആണെന്ന് പറയാം. അതായത്
നമ്മൾ പഠിക്കാൻ എടുത്തിട്ടുള്ള ഈ ഒരു സംഭവം, അതായത് നമ്മൾ പഠിക്കാൻ എടുത്തിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വളരെ കൃത്യമായി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ പോസ്റ്റുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ SPSS ഡാറ്റ എൻ്റർ ചെയ്യുന്നു, റൺ ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് എടുക്കുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് എടുക്കുന്ന സമയത്ത് വളരെ പക്കയായിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുന്നത്. ഒരു തരത്തിലുള്ള ബയസ്ഡ് സിറ്റുവേഷൻസും ഇല്ല, ഒരു തരത്തിലുള്ള ഫാബ്രിക്കേഷനും ഇല്ല. എന്താണോ നമുക്ക് ആവശ്യം അത് കൃത്യമായി നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ജനറലി നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, R2 എന്നുള്ളത് കൊണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇനി R2 സപ്പോസ് നമ്മൾ പറയുകയാണ് 0.89 ആണെന്ന്, നമുക്ക് കിട്ടിയ ആൻസർ R2 is equal to 0.89. അതായത് നമ്മളിപ്പോ എഴുതുക y is a function of x1 എന്ന് പറഞ്ഞാൽ ഇവിടെ x1 എന്ന് പറയുന്ന വേരിയബിളിന് y-ന്റെ മുകളിൽ 89% ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്നാണ് അർത്ഥം. എന്താണ്, x1 എന്ന് പറയുന്ന വേരിയബിളിന് y എന്ന് പറയുന്ന വേരിയബിളിന്റെ മുകളിൽ 89% ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്നാണ് അവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇതാണ് ജനറലി നമ്മളുടെ R2 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിന്റെ മുകളില് എത്രമാത്രമാണ് ഇൻഫ്ലുവൻസ് കോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രമാത്രമാണ് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് വളരെ സ്പഷ്ടമായി വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിന്റെ റോളിനെ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്ത് തരുന്നത്, അവിടെ സോൾവ് ചെയ്ത് തരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, R2 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now we are moving on to adjusted R2. എന്താണ് adjusted R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചില സമയത്ത് ഇപ്പൊ ഞാൻ പറയാണ് y as a function of x1 എന്ന് പറയാണ്. പക്ഷെ ഈ x1 എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് മാത്രം ചില സമയങ്ങളിൽ നമുക്ക് ഈ y എന്ന് പറയുന്ന വേരിയബിൾ റെപ്രസെന്റ് ചെയ്യാനായി സാധിക്കില്ല. നമുക്കൊരു ഹയർ വെർഷന്റെ ആവശ്യം വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷന്റെ ആവശ്യം വന്നേക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വേറെയും വേരിയബിൾസിനെ ഇൻക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ y as a function of x1, x2 ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള വേരിയബിൾസും കൂടി ഒറിജിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ അതിനെയാണ് അഡ്ജസ്റ്റഡ് R2 എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മളുടെ സ്റ്റഡി നമുക്ക് പ്ലഗ് ഇൻ ചെയ്യണം, വെരിഫൈ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ ടാബുലേറ്റ് ചെയ്യണം. അങ്ങനെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ ടാബുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് വിളിക്കുന്നത്, അഡ്ജസ്റ്റഡ് R2 എന്നുള്ളതായിട്ട് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ R2 കണ്ടുപിടിക്കാനായിട്ടും നമുക്കൊരു ഫോർമുലയുണ്ട്. അതിന്റെ ഫോർമുലയാണ് 1 മൈനസ് സമ്മേഷൻ എക്സ് ഇ സ്ക്വയർ ബൈ n മൈനസ് കെ ഡിവൈഡഡ് ബൈ സമ്മേഷൻ y സ്ക്വയർ ബൈ n മൈനസ് 1. ഇതാണ് നമ്മുടെ R2ന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറർ ടേം ആണ് വരുന്നത്, എറർ ടേം ആണ് വരുന്നത്. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്ജസ്റ്റഡ് വേരിയബിൾസ് ആണ്. എത്ര വേരിയബിൾ, 2 ആണോ 3 ആണോ അതാണ് വരുന്നത്. y സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടാവും, എക്സ് വൈ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ y എന്ന് പറയുന്നത് ഇവിടെ 2 എണ്ണമാണ്. y എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ, x എന്ന് പറഞ്ഞാൽ ഡിപെൻഡന്റ് വേരിയബിൾ. സപ്പോസ് ദ ഫംഗ്ഷൻ ഇസ് y is a function of x. y is a function of x എന്ന് പറയുമ്പോൾ y is your independent variable and x is your dependent variable. സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, R2 എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്.
ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ SPSS ഇട്ട് കൊടുക്കുന്നു. SPSS ഇട്ട് കൊടുത്ത് നമ്മൾ അതിന്റെ റിസൾട്ട് കിട്ടുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കാം. ജനറലി എക്കണോമെട്രിക്സില് ഏതൊരു തരത്തിലുള്ള റെപ്രസെന്റേഷനിലേക്ക് പോകുമ്പോഴും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 0ന്റെയും 1ന്റെയും ഇടയില് നമുക്ക് വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ 0ന്റെയും 1ന്റെയും ഇടയിലാണ് സപ്പോസ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം എന്ത് R2 സാറ്റിസ്ഫൈഡ് ആണെന്ന്. ഒരിക്കലും നമ്മൾക്ക് വാല്യൂ 1ന്റെ വെളിയിലേക്ക് കിട്ടില്ല. 1നോട് അനുബന്ധിച്ചാണ് കിട്ടുന്നതെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് R2 ഉണ്ടെന്ന് പറയാം. 1നേക്കാളും വളരെ കുറവ് 0 അടുപ്പിച്ചാണെങ്കിൽ ലോ ഡിഗ്രി എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. അപ്പൊ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഉദ്ദേശിച്ചത് എന്താണോ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യാൻ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് എന്താണോ അത് വളരെ കൃത്യമായി തന്നെ ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായി സാധിച്ചു എങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട് എന്ന് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ബേസിക്കലി നമുക്ക് ഗുഡ്നെസ് ഓഫ് ഫിറ്റിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ശരിക്കും 3അല്ല, നമുക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് വരുന്നത് ബാഡ് ഫിറ്റ്, അടുത്തത് ഗുഡ് ഫിറ്റ്, അടുത്തത് പെർഫെക്റ്റ് ഫിറ്റ്. ചിലപ്പോൾ ഗ്രാഫിക്കലി തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാം. നമ്മളിത് പോസ്റ്റുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെയാണ് വേരിയബിൾസ് വരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ഇൻഡിപെൻഡന്റ്, ഈ കുത്തിട്ട് വെച്ചത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ദിസ് ഇസ് യുവർ ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഡിപെൻഡന്റ്, ദിസ് ഇസ് യുവർ ഡിപെൻഡന്റ് വേരിയബിളിന്റെ റെപ്രസെന്റേഷൻ. കുത്തുകൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എല്ലാ കുത്തുകളും ഇൻഡിപെൻഡന്റ് വേരിയബിളാണ്. നമുക്കറിയാം ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും രണ്ട് രൂപത്തിലാണ് നിൽക്കുന്നത്. അതായത് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, കോറിലേറ്റഡ് ആയിട്ടല്ല, അല്ലെങ്കിൽ ആ വരയുടെ മുകളിലല്ല നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും എക്സ്ട്രീംസിലാണ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ ബാഡ് ഫിറ്റ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഗുഡ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകദേശം അടുപ്പിച്ച് വരിക. ഏകദേശം അടുപ്പിച്ച് വരികയാണെങ്കിൽ അതിനെ ഗുഡ് ഫിറ്റ്. അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഏകദേശം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏകദേശം ഓക്കെ ആണ്, അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഗുഡ് ഫിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പെർഫെക്റ്റ് ഫിറ്റ് ആണെങ്കിൽ എങ്ങനെയാ? ഈ ലൈനിന്റെ മുകളിൽ തന്നെ വരിക. അപ്പൊ ഈ ലൈനിന്റെ മുകളിൽ തന്നെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ബേസിക്കലി എന്തായിട്ടാ വിളിക്കുന്നത്? പെർഫെക്റ്റ് ഫിറ്റ് എന്നുള്ളതായിട്ടാണ് വിളിക്കുന്നത്. ഇനി ഇത് കൂടാതെ ജനറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജനറൽ ക്ലാസിഫിക്കേഷൻ. ഈ ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിനെ നമുക്ക് 6ആയിട്ട് തിരിക്കാം. ഒന്നാമത്തത് സ്ട്രോങ് പോസിറ്റീവ് റിലേഷൻ അല്ലെ കോറിലേഷൻ, അടുത്തത് വീക്ക് പോസിറ്റീവ് റിലേഷൻ, അടുത്തത് സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷൻ, അടുത്തത് വീക്ക് നെഗറ്റീവ് കോറിലേഷൻ, അടുത്തത് മോഡറേറ്റ്, അടുത്തത് നോ കോറിലേഷൻ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഹൗ യു റിലേറ്റ് ഇറ്റ് അല്ലെങ്കിൽ ഹൗ യു അസോസിയേറ്റ് ഇറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ ടാബുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സ്ട്രോങ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും. അതായത് നമ്മുടെ ഇത് ഡിപെൻഡന്റ് വേരിയബിൾ, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എല്ലാം ഇതിന്റെ മുകളിലായിരിക്കും വരുന്നത്. ഇനി നമ്മൾ വീക്ക് പോസിറ്റീവിലേക്ക് പോയാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതിന്റെ നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ചിലതൊക്കെ അടുത്ത് വരും, ചിലതൊക്കെ ദൂരെ വരും. ചില ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അടുത്ത് വരും, ചിലതൊക്കെ ദൂരെ വരും. കാരണം 1ഓ 2ഓ അല്ല വരുന്നത്. ഇപ്പൊ നമ്മളുടെ കൺവീനിയൻസിനാണ് നമ്മൾ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എഴുതുന്നത്. 1ഓ 2ഓ ഒന്നും അല്ല. നമ്മള് റിസർച്ചിന്റെ മേഖലയിലേക്ക് പോകുമ്പോൾ ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് നെഗറ്റീവ് ആണ്. സ്ട്രോങ് നെഗറ്റീവ് ആകുമ്പോൾ
ഇവിടെ നമ്മളുടെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലോ ഓഫ് ഡിമാൻഡ് ആവുമ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ അല്ലേ, അതാ ഈ വരയുടെ, അതായത് ഈ നെഗറ്റിവിറ്റി കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഈ സ്ലോപ്പാ കണ്ടോ, ഇത് അപ്വേർഡിലേക്ക് റൈസ് ചെയ്യുന്നു, ഇത് ഡൗൺവേർഡിലേക്ക്. പക്ഷെ വേരിയബിൾസ് ഇതിന്റെ മുകളിൽ തന്നെ ആയിരിക്കും വരുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഇനി വീക്ക് നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. വീക്ക് ആകുമ്പോൾ ഇങ്ങനെ വന്നു, വീക്ക് നെഗറ്റീവ് ആകുമ്പോൾ ചിലത് നമ്മൾ വീക്ക് പോസിറ്റീവ് പറഞ്ഞ പോലെ ചിലതൊക്കെ അടുത്ത് വരും, ചിലതൊക്കെ ഇങ്ങനെ ദൂരെ ആയിരിക്കും വരുന്നത്. ഇനി മോഡറേറ്റ് ആവുന്ന സമയത്ത് ഏകദേശം എല്ലാം തന്നെ അനുബന്ധിച്ച് തന്നെയായിരിക്കും, ഏകദേശം എല്ലാം ഇങ്ങനെ ചിലത് മുകളിൽ വരും, ചിലത് ഇങ്ങനെ എന്തായാലും അടുത്ത് തന്നെ ആയിരിക്കും വരുന്നത്. ഇനി നോ കോറിലേഷൻ ആവുമ്പോ എന്താ, ഒരു വരയും നമുക്ക് അവിടെ ഇല്ല, വേരിയബിൾസ് നമ്മൾ ഒരു റിലേഷനും ഇല്ലാത്ത കുറെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ എടുത്ത് വെച്ച് പഠിക്കാം. ഒരു കാര്യമില്ല, അത് പഠിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോണില്ല. എന്നിരുന്നാലും നമ്മൾ കുറെ വേരിയബിൾസ് എടുക്കുന്നു, അതിനെ വെറുതെ കുറെ പ്ലഗ് ഇൻ ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇതിനെയാണ് ജനറൽ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. നമുക്ക് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് ഡിപെൻഡന്റ് വേരിയബിളിനെ പോസ്റ്റുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം. പലപ്പോഴും നമ്മൾ റിസർച്ചിന്റെ ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് നടക്കാത്തത് വെച്ചാൽ, പെർഫെക്റ്റ് ആയിട്ട് നടക്കാത്തത് ഇത് ബ്ലെൻഡഡ് ആവാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് ബേസിക്കലി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഔട്ട്ഫിറ്റ് ചെയ്യുന്നത്. സോ യു ഹാവ് ബാഡ് ഫിറ്റ്, യു ഹാവ് ഗുഡ് ഫിറ്റ്, യു ഹാവ് പെർഫെക്റ്റ് ഫിറ്റ്. ഇനി അടുത്ത് വന്നത് ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്. യു ഹാവ് സ്ട്രോങ് പോസിറ്റീവ്, യു ഹാവ് വീക്ക് പോസിറ്റീവ്, സ്ട്രോങ് നെഗറ്റീവ്, വീക്ക് നെഗറ്റീവ്, മോഡറേറ്റ് ആൻഡ് നോ കോറിലേഷൻ. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം. ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ, നൗ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഈ ഒരു മേഖലയിൽ നിന്ന്. In a two variable regression, y is dependent variable and x is independent variable. The correlation coefficient between x and y is 0.8. Then which of the following is correct? Option A, 8% variations in y are explained by x. Option B, 64% variation in y are explained by x. Option C, 0.8% variations in y are explained by x. And option D, none of the above. So ഇത് ജൂലൈ 2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഒരു എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. സോ ഹൗ ക്യാൻ യു പ്ലോട്ട് ഇറ്റ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോറിലേഷൻ കോയിഫിഷ്യൻ 0.8 ആണ്. സോ നമ്മളോട് R2 കാണാൻ പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇതിനെ സ്ക്വയർ ചെയ്യാം. സോ യു ഗെറ്റ് ഇറ്റ് ആസ് 0.64. ദാറ്റ് ഇസ്, ഇപ്പൊ നമ്മൾ y as a function of x എന്ന് പറഞ്ഞാൽ എക്സിന് 64% ഇമ്പാക്റ്റ് ആണ് വൈയുടെ മുകളിലുള്ളത്. ഇതിപ്പോ 0.7 ആയിരുന്നെങ്കിൽ 0.7 സ്ക്വയർ 0.49, ദാറ്റ് ഇസ് 49% ഇമ്പാക്ട്. 0.9 ആണെങ്കിൽ 0.81. സോ നമ്മൾ ബേസിക്കലി 81% ആണ് ഇമ്പാക്ട് വരുന്നത്. സോ ഇവിടെ നമ്മൾ R2 എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എന്തിനാണ് ഡ്വെല്ലിങ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനുമല്ല, നമുക്കറിയണം എങ്ങനെയാണ് ഇതിന്റെ ഇമ്പാക്ട് വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ പോസ്റ്റുലേഷൻസ് വരുന്നത്. ക്ലിയർ? സോ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? വി ലേൺഡ് അബൌട്ട് ഡമ്മി വേരിയബിൾ, then we learned about R2 and adjusted R2. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ,
ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ. സോ ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി കുറച്ച് റെപ്രസെന്റേഷൻസ് ആണ് വരുന്നത്, സ്റ്റെപ്സ് ആണ് വരുന്നത്. ഒരു റിഗ്രഷൻ മോഡല് സിഗ്നിഫിക്കന്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഓക്കെ ആണോ എന്നാണ് ബേസിക്കലി ഈ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫൈ, സ്റ്റെപ്പ് പഠിക്കാം, നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നമ്മളെ സ്റ്റഡിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നൾ ഹൈപ്പോത്തസിസിനെയും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെയും പോസ്റ്റുലേറ്റ് ചെയ്യണം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കളക്ട് സാമ്പിൾ. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യണം അല്ലെ. അതായത് നമുക്ക് ഈ സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അടുത്തത് ഡിറ്റർമൈൻ പി വാല്യൂ, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയും. രണ്ട് രീതിയിൽ എടുക്കാം. 0.05 ഉണ്ട്, 0.01 ഉണ്ട്. അതായത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും വെക്കാം, 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും നമുക്ക് അവിടെ ടാബുലേറ്റ് ചെയ്യാം. അത് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അടുത്തത് നമ്മൾ കമ്പയർ ചെയ്യും, ഐ മീൻ അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ SPSS ഡാറ്റ എൻ്റർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന വാല്യൂ പി വാല്യൂവിനെക്കാളും കുറവാണോ, പി വാല്യൂവിനെക്കാളും കൂടുതലാണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നൾ ഹൈപ്പോത്തസിസിന് എപ്പോഴും നമ്മളുടെ സ്റ്റഡിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ആണ്. ഈ നൾ ഹൈപ്പോത്തസിസിൽ ചേഞ്ചസ് വരുന്നു അല്ലെങ്കിൽ അതില് മോഡിഫിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മുടെ സ്റ്റഡിയിലും എന്ത് സംഭവിക്കുന്നത്, ചേഞ്ചസ് വരുന്നത്. സോ അവിടെ നമ്മൾ ബേസിക്കലി നോക്കുന്നത് എന്താണ്, നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ, നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൺഫൈൻ ചെയ്യുന്നു. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, നമ്മുടെ റിഗ്രഷൻ മോഡൽ സിഗ്നിഫിക്കന്റ് ആണോ അല്ലേന്ന്. നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു, നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുന്നു. സോ ഇത്രയുമാണ് ഇതിന്റെ സ്റ്റെപ്പ് വരുന്നത്. ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. എപ്പോഴും നമ്മൾ റിസർച്ചിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് റെപ്രസെന്റ് ചെയ്യാണ്. ആൻഡ് ഹൈപ്പോത്തസിസിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് എങ്ങനെയാണ്, നമുക്ക് പല രീതിയിലുള്ള ഫോർമേഷൻസ് ആകാം. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് റെപ്രസെന്റേഷൻസ് വേണം. ആ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ബേസിക്കലി ഹൈപ്പോത്തസിസ് കൊണ്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആദ്യം നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വയ്ക്കുന്നു, നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നു, പി വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. പി വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. അടുത്തത് നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നതിനെ കുറിച്ചും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്. സോ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് പലപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ y as a function of x എന്ന് പറഞ്ഞാൽ ഈ x എന്ന് പറയുന്ന വേരിയബിൾ മാത്രം അല്ല y-നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. y-നെ ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ പലതരത്തിലുള്ള വേരിയബിൾസും കാണും. അപ്പൊ അങ്ങനെ ഈ വേറെ പലതരത്തിലുള്ള വേരിയബിൾസിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ കേസ് വരുമ്പോഴാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരുമ്പോഴാണ് നമ്മൾ ബേസിക്കലി എന്തിലേക്ക് അറ്റയർ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഇത് പലപ്പോഴും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതിന് ഓവർ ഫിറ്റിംഗ് പ്രോബ്ലംസിലേക്കൊക്കെ വരും. അതായത് നമ്മൾ നമ്മളുടെ സ്റ്റഡി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം
ഒരു പക്ഷേ കൂടുതലായിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അത്തയർ ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്റ്റഡി ബെസ്റ്റ് ആക്കുക, പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ വെറുതെ കുറെ വേരിയബിൾസ് നമ്മൾ ഓവർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് that would make our study clumsy and that would make our study much more difficult. നമുക്ക് വേണ്ടത് എന്താ? വളരെ കൃത്യമായിട്ടുള്ള, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ്. അപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ യു ഹാവ് ഡിപെൻഡന്റ് വേരിയബിൾ, യു ഹാവ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുമ്പോൾ വെറുതെ കുറെ അസ്യൂം ചെയ്തിട്ട് ഡസന്റ് മീൻ എനിത്തിങ്. നമുക്ക് വേണ്ടത് എന്താ? ക്ലിയർ കട്ട് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ക്ലിയർ കട്ട് ആയിട്ടുള്ള ടാബുലേഷൻ ആണ്. അവിടെ നമ്മൾ കുറെ വേരിയബിൾസ് എഴുതാം. നമ്മളെ സ്റ്റഡിയിൽ കുറെ വേരിയബിൾസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ വെറുതെ കുറെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എഴുതാൻ വിചാരിക്കുക. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് 1, പ്രൈസ് ഓഫ് 2, പ്രൈസ് ഓഫ് 3. ഡസന്റ് മീൻ എനിത്തിങ് അല്ലേ? കാരണം പ്രൈസ് എന്ന് പറഞ്ഞാൽ മതി. അത് പ്രൈസ് ഓഫ് 1 ആയാലും പ്രൈസ് ഓഫ് 2 ആയാലും പ്രൈസ് ഓഫ് 3 ആയാലും എല്ലാത്തിനും ഡിമാൻഡിന്റെ മുകളില് സെറ്ററസ് പാരബസ് ഡിമാൻഡിന്റെ മുകളില് ഒരേ തരത്തിലുള്ള ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് വെറുതെ കുറെ എടുത്ത് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യം? അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അങ്ങനെ നമ്മൾ വെറുതെ കുറെ വേരിയബിൾസ് എടുത്ത് പോസ്റ്റുലേറ്റ് ചെയ്താൽ there comes the problem of perfect multicollinearity. അപ്പൊ ഈ മൾട്ടികൊളൈനറിറ്റി കൂടുതലായി വന്നാലും എന്ത് സംഭവിക്കും? it would create or it would result in massive levels of imperfections. നമുക്ക് ഈ ഒരു മോഡലിനെ അല്ലെങ്കിൽ ഈ ഒരു എക്കണോമെട്രിക് റെപ്രസെന്റേഷനെ ഇങ്ങനെ എഴുതാം. y is equal to beta naught plus beta 1 x1 plus beta 2 x2 plus ui. അങ്ങനെ എഴുതാം. ഇവിടെ xi എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ, x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ദിസ് ഇസ് യുവർ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ദിസ് ഇസ് യുവർ സെക്കൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ദിസ് ഇസ് യുവർ ഡമ്മി വേരിയബിൾ. ഡമ്മി വേരിയബിൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് ഇന്റർസെപ്റ്റ് ആണ് വരുന്നത്, ഇത് സ്ലോപ്പ് ആണ് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ റിഗ്രഷൻ, അതായത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുന്ന കേസസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോഡലാണ് ടീച്ചർ ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഇതിനെ പല രീതിയിൽ ഉള്ള അസംഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ റിഗ്രഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുന്ന കൺസേണിലാണ് നമ്മൾ ജനറലി എന്ത് അപ്ലൈ ചെയ്യുന്നത്? മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് യു ഹാവ് ദ ഡിപെൻഡന്റ് വേരിയബിൾ, യു ഹാവ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ അതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് സപ്പോസ് അതിന്റെ റെപ്രസെന്റേഷൻ ഒന്നിൽ കൂടുതലാണെങ്കിൽ അവിടെയാണ് വരുന്നത്. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള അസംഷൻസ് ആണ്. ലീനിയാരിറ്റി പറയുന്നത് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും റിലേഷൻ എടുത്ത് നോക്കുമ്പോൾ ലീനിയറാ, ഒരേ ദിശയിലാണ് പോകുന്നത്. അടുത്തത് മൾട്ടി കൊലൈനറിറ്റി, അത് നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആണ്, പറഞ്ഞു തരുന്നുണ്ട്. ദെൻ യു ഹാവ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി, then you have independence. Homoscedasticity നമുക്ക് പഠിക്കാനുണ്ട്. സോ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ബിസിനസ് സെക്ടർ, മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ സെയിൽസ് അനാലിറ്റിക്സ്, അതേപോലെ തന്നെ മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ മുതലായ മേഖലകളിലെല്ലാം തന്നെ ഹൈ ലെവൽസ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് ആക്ച്വലി എന്തിനെ പോസ്റ്റുലേറ്റ് ചെയ്യാനുള്ളത്? ഈ ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് ഇല്ല. അപ്പൊ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. സോ നമുക്കിന്ന് സമ്മപ്പ് ചെയ്യാം എന്താണ് പഠിച്ചതെന്ന്. നമ്മൾ പഠിച്ചിരുന്ന ഡമ്മി വേരിയബിളിനെ കുറിച്ചാണ്. നമ്മളൊരു സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും ഉണ്ട്, യു ഹാവ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. അപ്പൊ നമ്മള് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് വേരിയബിളിന്റെ സമ്മേഷനിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില വേരിയബിൾസ്, എസ്പെഷ്യലി വെൻ യു ആർ മൂവിംഗ് വിത്ത് ദ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ, നമുക്കതിനെ SPSS റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ SPSS എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട്. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് നമുക്ക് റാങ്ക്സ് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും.
you have 0, you have 1 ഇങ്ങനെയൊക്കെ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനെയാണ് ജനറലി നമ്മൾ എന്തായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്? ഡമ്മി വേരിയബിൾ എന്നുള്ളതായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഡമ്മി വേരിയബിളിന്റെ കേസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് പല പേരുകളിൽ അറിയപ്പെടാം. You have indicative variable, categorical variable, dichotomous variable and qualitative variable. നമ്മൾ M കാറ്റഗറി ഉണ്ടെങ്കിൽ ഡമ്മി വേരിയബിൾ എങ്ങനെ അസൈൻ ചെയ്യും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് M-1. നമ്മൾ കാറ്റഗറി അസൈൻ ചെയ്യാത്ത വേരിയബിൾസിനെ യു കോൾ ഇറ്റ് ആസ് ബേസ്, ബെഞ്ച്മാർക്ക്, കൺട്രോൾ, കമ്പാരിസൺ ഫാക്ടർ, റെഫറൻസ്, ഒമിറ്റഡ് കാറ്റഗറി. M കാറ്റഗറി ഉണ്ടെങ്കിൽ ഹൗ യു അസൈൻ ഡമ്മി വേരിയബിൾ? M-1. R2 എന്ന് പറഞ്ഞെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലൊരു പോസ്റ്റുലേഷൻ അല്ലെ റിലേഷൻഷിപ്പിനെയാണ് R2 കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ എടുത്തു വെച്ച ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊണ്ട് മാത്രം നമുക്ക് സ്റ്റഡി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വി മേ റിക്വയർ മോർ എമൗണ്ട് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ദ അഡ്ജസ്റ്റഡ് R2. സ്റ്റെപ്സ് എങ്ങനെയാ? സ്പെസിഫൈ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ്. Just go for collection of sample, determine the p-value. P-value ഒക്കെ ഞാൻ പറഞ്ഞ അടുത്ത ക്ലാസ്സിൽ. Then compute the p-value. P-value should be less than or greater than null hypothesis. Accept ചെയ്യണോ റിജക്ട് ചെയ്യണോ? നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ രണ്ടിൽ കൂടുതൽ വരിക അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് പെർഫെക്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. സോ വെൻ യു വാണ്ട് ടു മേക്ക് യുവർ സ്റ്റഡി മച്ച് മോർ പെർഫെക്റ്റ്, അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടാബുലേഷൻ എന്ന് പറയുന്നത് just go for multiple regression. When you go for multiple regression, your study becomes perfect and much more authentic.